Hi, welcome back to Punch a Hunch. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് protests in the age of social media. How was the March for Our Lives movement shaped by social media? എന്ന് പറഞ്ഞിട്ടുള്ള എഡ്ഗർ ക്ലോസ്റ്റർ എഴുതിയിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം അതിന്റെ സമ്മർ എന്താ നോക്കാം. The March for Our Lives movement emerged in response to the tragic Parkland school shooting on February 14, 2018 at മാർജറി സ്റ്റോൺമാൻ ഡഗ്ലസ് ഹൈസ്കൂൾ. ഈ മാർജറി സ്റ്റോൺമാൻ ഡഗ്ലസ് ഹൈസ്കൂളിൽ അവിടെ ആദ്യം പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥി വെടിവെക്കുകയും കുറച്ച് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ആർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു റെസ്പോൺസ് ആയിക്കൊണ്ടാണ് നമ്മുടെ ഈ മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെന്റ് എമേർജ് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്കൂൾ ഏതാണ് സ്കൂൾ എന്നുള്ളത് നോക്കി വെക്കണം. മാർജറി സ്റ്റോൺമാൻ ഡഗ്ലസ് ഹൈസ്കൂൾ ആണ്. ഫെബ്രുവരി 14 2018 ഈ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. Survivors of the shooting led the movement advocating the stricter gun control laws. അതായത് ഇത് ഈ ഒരു വെടിവെപ്പിനെ സർവൈവ് ചെയ്ത് അതിജീവിച്ച ആൾക്കാരാണ് ഈ ഒരു മൂവ്മെന്റിനെ നയിക്കുന്നത്. അവർ മെയിനായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നത്, അവർ മെയിനായിട്ട് വാദിക്കുന്നത് USA ഗൺ കൺട്രോൾ ലോസ് വേണം. നമുക്ക് ഇവിടെ തോക്ക് കൈവശം വെക്കുകയാണെങ്കിൽ നമുക്ക് കേസാണ്. അനധികൃതമായിട്ട് നമുക്ക് ഇവിടെ തോക്ക് കൈവശം വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അമേരിക്കയിലെ കേസിലൊന്നും അങ്ങനെയല്ല. അവർക്ക് അവിടെ ഗൺ കൈവശം വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഈ ഒരു ഷൂട്ടിങ്ങിന്റെ സർവൈവേഴ്സ് ആയിട്ട് വന്ന ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ചെയ്തത്? അവർ അഡ്വക്കേറ്റ് ചെയ്തത് ഗൺ കൺട്രോൾ ലോസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൺ കൺട്രോൾ ലോസ് നിയമം വേണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ തോക്ക് കൈവശം വെക്കുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നിയമം വേണമെന്നാണ് അവർ പറയുന്നത്, വാദിക്കുന്നത്. The protest took place on March 24, 2018, drawing over 8 lakh people in Washington, D.C. and thousands more in 830 plus locations worldwide. അതായത് ഈ ഒരു മാർച്ച് 24, 2018 ഈ ഒരു മാർച്ച് ആദ്യം അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വാഷിംഗ്ടൺ DC പങ്കെടുത്തിട്ടുണ്ട്. അത് കൂടാതെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് 830 സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയാണ്. സോഷ്യൽ മീഡിയ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മൊബിലൈസിംഗ് സപ്പോർട്ട് ഫോർ ദ മൂവ്മെന്റ്. ഈ മൂവ്മെന്റിന് ഒരു സപ്പോർട്ട് നേടിയെടുക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാണ്. പ്ലാറ്റ്ഫോംസ് ലൈക്ക് ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റഗ്രാം ഹെൽപ്പ് ആംപ്ലിഫൈ ദ വോയിസസ് ഓഫ് സർവൈവേഴ്സ്, പെർട്ടിക്കുലർലി എമ്മ ഗോൺസാലിസ്, ആൻഡ് അലൗഡ് ആക്ടിവിസ്റ്റ് ടു റീച്ച് ഗ്ലോബൽ ഓഡിയൻസ്. അതായത് ലോകത്താകമാനമുള്ള ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇവരെ മെസ്സേജ് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. The movement gained 448,000 plus Twitter views, demonstrating the power of digital activism. ഇതെന്താണ്? സാധാരണ ആക്ടിവിസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡിജിറ്റൽ ആക്ടിവിസം ആണ്. ഓക്കെ, ഈ ഒരു ഡിജിറ്റൽ ആക്ടിവിസമായി ട്വിറ്ററിലൂടെ ഒക്കെ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സിന് അവർ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് sociologist Manuel Castells describes this type of activism as a network movement where social media enables widespread participation. നമ്മുടെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാനുവൽ കാസ്റ്റേഴ്സ് ഈ ഒരു ആക്ടിവിസത്തെ വിളിക്കുന്നത് നെറ്റ്വർക്ക് മൂവ്മെന്റ് എന്നാണ്. അതിനെ വിളിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു വൈഡ് സ്പ്രെഡ് പാർട്ടിസിപ്പേഷൻ, ലോകത്താകമാനുള്ള ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷന് സഹായിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അതിനെ നെറ്റ്വർക്ക് മൂവ്മെന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. Survivors also used online platforms to share their experiences, connect with other victims of gun violence, and educate the public about their cause. Okay, അപ്പം ഈ ഒരു എന്താ ഗൺ വയലൻസ് കാര്യങ്ങളൊക്കെ സർവൈവ് ചെയ്ത് അതിജീവിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഗൺ വയലൻസിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വിക്ടിംസിനെയും കൂടി കണക്ട് ചെയ്യാനും പിന്നെ പബ്ലിക്കിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. The movement also fostered a sense of collective identity, helping activists speak with one unified voice. അതായത് ഒറ്റ ശബ്ദമായിട്ട് എന്താ പറയുക, കളക്റ്റീവ് ആയിട്ട് ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനും ഒറ്റ ശബ്ദമായിട്ട് ആക്ടിവിസ്റ്റുകൾ സംസാരിക്കാനും എന്ത് സഹായിച്ചിട്ടുണ്ട്? ഈ ഒരു മൂവ്മെന്റ് സഹായിച്ചിട്ടുണ്ട് പറയാണ്. അടുത്തത്, social media not only mobilized protesters but also facilitated discussion, awareness and advocacy. അതായത് സോഷ്യൽ മീഡിയ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരെ മൊബിലൈസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, കൂടാതെ ഈ ഡിസ്കഷനും അവയർനെസ്സും അഡ്വക്കേസിയും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. പിന്നെ #, like MSD strong allowed people to show support and engage in conversations. അതായത് MSD എന്ന് പറയുന്നത് സ്കൂളിന്റെ ഷോർട്ട് ഫോം ആണ്. MSD മാർജറി സ്റ്റോൺമാൻ ഡഗ്ലസ് സ്കൂൾ എന്നാണല്ലോ, അതിന്റെ ഷോർട്ട് ഫോം ആണ് MSD. ഒരു #, വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ലോകത്താകമാനുള്ള ആൾക്കാരെ കോൺവെർസേഷൻസിൽ എൻഗേജ് ചെയ്യിക്കാനും അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് ഷോ ചെയ്യാനും വേണ്ടി സഹായിച്ചിട്ടുണ്ട്.
Many protesters were 17 to 18 years old, indicating the influence of digital platforms in യൂത്ത് ആക്ടിവിസം. യൂത്ത് ആക്ടിവിസത്തിൽ ഡിജിറ്റൽ അതിൽ പ്രതിഷേധിച്ച ആൾക്കാർ അധികം 17 മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അപ്പം ഇത് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂത്ത് ആക്ടിവിസത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് എത്രമാത്രം സ്വാധീനമുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഓവറോൾ സമ്മറി പറയുകയാണെങ്കിൽ, overall, social media was instrumental in the success of March for Our Lives movement, ensuring mass participation, engagement, and visibility for the movement, making it one of the most impactful student-led protests in recent history. നമ്മുടെ ഈ ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ കുട്ടികൾ നയിച്ച ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റുകൾ ഒന്നായിട്ട്, പ്രതിഷേധത്തിൽ ഒന്നായിട്ട് ഈ ഒരു മാർച്ച് ഫോർ ലൈഫ്സിനെ കാണുന്നുണ്ട്. അതിന് അവരെ സഹായിച്ചത് സോഷ്യൽ മീഡിയ ആണെന്നാണ് പറയുന്നത്. അടുത്ത റോൾ ഓഫ് സോഷ്യൽ മീഡിയ. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട റോളുകൾ എന്നുള്ളതാണ്. മൊബിലൈസേഷൻ ഔട്ട്റീച്ച് ആണ്. ട്വിറ്റർ ഫോളോവേഴ്സ്, അതിൽ 4,40,000 ട്വിറ്റർ ഫോളോവേഴ്സിന് അവർക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എനേബിൾഡ് ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ, ലോകത്താകമാനമുള്ള ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഗൺ വയലൻസിനെതിരാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, അപ്പൊ ഞാൻ അതിന് ആ ഒരു ഹാഷ്ടാഗ് ഉള്ളതിനെ ഞാൻ ഫോളോ ചെയ്യാണ്, അല്ലെങ്കിൽ ആ ട്വിറ്റർ അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്യാണ്. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ ഒരാൾ ഫോളോ ചെയ്യാണ്, പാകിസ്ഥാൻ ഒരാൾ ഫോളോ ചെയ്യാണ്. അങ്ങനെ ലോകത്താകമാനം വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ ഫോളോ ചെയ്യാണ്. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്. ഹെൽപ്പ് സർവൈവേഴ്സ് ലൈക്ക് എമ്മ ഗോൺസാലസ് ഷെയർ ദർ എക്സ്പീരിയൻസസ്. അതിന് ഈ ഒരു ഗൺ വയലൻസിനെ സർവൈവ് ചെയ്തിട്ട് അതിജീവിച്ചിട്ടുള്ള എമ്മ ഗോൺസാലസിനെ പോലുള്ള, ഈ പേര് ഓർത്ത് വെക്കണേ, എമ്മ ഗോൺസാലസിനെ പോലുള്ള ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. ബിൽഡിംഗ് എ കളക്റ്റീവ് ഐഡന്റിറ്റി, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഐഡന്റിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റിയതല്ല, ഒരുമിച്ചുള്ള ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റി. ക്രിയേറ്റഡ് എ യൂണിഫൈഡ് വോയിസ് ഫോർ ആക്ടിവിസ്റ്റ്, എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും കൂടി ഒരൊറ്റ ശബ്ദമായിട്ട് മാറാൻ പറ്റി. സ്ട്രെങ്തൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റി. അലൗഡ് ഗ്ലോബൽ ഓഡിയൻസ് ടു എൻഗേജ് ആൻഡ് എംപതൈസ്, ഗ്ലോബൽ ഓഡിയൻസിന് എംപതൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ സഹായിച്ചു എന്ന് പറയാണ്. അടുത്ത സോഷ്യൽ മീഡിയ ആസ് എ നെറ്റ്വർക്ക് മൂവ്മെന്റ്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ഈ നെറ്റ്വർക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് മാനുവൽ കാസ്റ്റൽസ് ആണ്. എനേബിൾഡ് ഗ്ലോബൽ വിസിബിലിറ്റി ഓഫ് ദ പ്രൊട്ടസ്റ്റ്, ഹെൽപ്പ് കണക്ട് വിക്ടിംസ് ഓഫ് ഗൺ വയലൻസിന്റെ വിക്ടിംസിനെ കണക്ട് ചെയ്യാൻ പറ്റി. ട്വിറ്റർ വഴിയാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും ഒക്കെ ഈ ഗൺ വയലൻസിന്റെ വിക്ടിംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണക്ട് ചെയ്യാൻ പറ്റി. എഡ്യൂക്കേറ്റ് പീപ്പിൾ ഓൺ ദ പാർക്ക്ലാൻഡ് ഷൂട്ടിംഗ്സ് ഇമ്പാക്ട് ആൻഡ് മോട്ടിവേഷൻ. അടുത്ത സോഷ്യൽ മീഡിയ ആസ് എ പ്രൊട്ടസ്റ്റ് പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിന്നുള്ളതാണ് അടുത്തത്. ആംപ്ലിഫൈഡ് എൻഗേജ്മെന്റ് ബിയോണ്ട് ട്രഡീഷണൽ മീഡിയ, അലൗഡ് മാസ് മൊബിലൈസേഷൻ ഇൻ ഷോർട്ട് ടൈമിനുള്ളിൽ ഒരുപാട് ആൾക്കാർക്ക് ഒത്തുകൂടാൻ പറ്റും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ. ക്രിയേറ്റഡ് ഡിജിറ്റൽ സ്പേസസ് ഫോർ ഡിസ്കഷൻ ആൻഡ് ആക്ടിവിസത്തിനും അതുപോലെ തന്നെ ഡിസ്കഷൻ ഉണ്ടാക്കിയ ഒരു ഡിജിറ്റൽ സ്പേസ് കൊണ്ടുവന്നു. എനേബിൾഡ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് #MST സ്ട്രോങ് പോലത്തെയുള്ള ഹാഷ്ടാഗ് കാര്യങ്ങളുടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അതിലൊരു വ്യാപനത്തിന് അത് എനേബിൾ ചെയ്തു എന്ന് പറയാണ്. അടുത്തത് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. ഇഫക്റ്റീവ് ഇൻ ഡ്രൈവിംഗ് ചേഞ്ച്, ഹെൽപ്പ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്ന് പറയാണ്. രണ്ടാമത്തെ എൻകറേജ്ഡ് യൂത്ത് പാർട്ടിസിപ്പേഷൻ. യുവാക്കളാണ് അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്തു. മെനി പ്രൊട്ടസ്റ്റേഴ്സ് were 17 to 18 years old. അധികം പ്രതിഷേധിച്ച ആൾക്കാർ 17 മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാരായിരുന്നു. ഗേവ് സർവൈവേഴ്സ് എ വോയിസ്, സർവൈവേഴ്സിന് ഒരു വോയിസ് കൊടുത്തു. അലൗഡ് ദം ടു ഷെയർ ദെയർ സ്റ്റോറീസ് ആൻഡ് അഡ്വക്കേറ്റ്, അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാനും അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗൺ വയലൻസ് ആണ്. അപ്പൊ അതിനെതിരെ അവർ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്ത മീഡിയം സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ഭാഗത്ത് നോക്കിയത്. ദെൻ താങ്ക് യു.